السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, കൂടുതലായി ഒന്നും സംസാരിച്ച് ആരെയും പ്രയാസപ്പെടുത്തുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മാതാപിതാക്കളോട് നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ നമ്മെ പോറ്റി വളർത്തിയ തന്നെ അത് വളരെ കഷ്ടപ്പെട്ടാണ്. ഉമ്മയെ സ്നേഹിക്കുകയും ഉമ്മയെ സഹായിക്കുകയും ഉമ്മക്കെല്ലാം ഒത്താശകൾ ചെയ്തു കൊടുത്തും ജീവിക്കണം നമ്മളൊക്കെ. എന്നാൽ നമ്മുടെ കാലത്ത് ഒരുപാട് ആളുകൾ മാതാപിതാക്കൾ അങ്ങേയറ്റം വെറുപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് തടസ്സമാണെന്നുള്ള നിലയിൽ അവരെ വൃദ്ധസദനങ്ങളിലോ മറ്റോ കൊണ്ടുപോയിരിക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്വർഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് തന്നെ അത് ഉമ്മയുടെ കാൽക്കീഴായിക്കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, മാതാക്കളുടെ കാൽക്കീഴാണ് സ്വർഗം. എന്ന് വെച്ചാൽ ഉമ്മയുടെ കാലിന്റെ അടിയിൽ മണ്ണ് മാറ്റി നോക്കിയാൽ അവിടെ സ്വർഗം കാണുമെന്നല്ല, മറിച്ച് ഉമ്മയെ സ്നേഹിക്കുകയും ഉമ്മയെ സഹായിക്കുകയും ഉമ്മക്കെല്ലാം ഒത്താശകൾ ചെയ്തു കൊടുത്തും ജീവിക്കണം നമ്മളൊക്കെ. ഞാൻ ഒറ്റ ചരിത്രം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ തന്നെ അനുയായികളോട് യാത്ര ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ വനത്തിൽ. നമുക്കറിയാം, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ വാഹനം കാറ്റായിരുന്നു. കാറ്റിലൂടെ അദ്ദേഹം തന്റെ പരിവാരങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ ഒരു വേള കടലിന്റെ മേൽ ഒരു ചുഴി കാണാൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്റെ സൈന്യങ്ങളുമായി കടപ്പുറത്തിറങ്ങി. എന്നിട്ട് തന്റെ സൈന്യങ്ങളിൽ നിന്ന് ഒരു ഇഫ്രീത്തിനെ വിളിച്ചു പറഞ്ഞു അവിടെ എന്താണെന്ന് പോയി നോക്കണമെന്ന്. ഒരു ഇഫ്രീത്ത് മുങ്ങി നോക്കി. അവിടെ നിന്ന് ഒരു പച്ച കുപ്പ എടുത്തോണ്ട്, ഒരു പച്ചക്കുപ്പ, ചെറിയ കൊട്ടാരം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അത്ഭുതത്തോടെ അതിന് ചുറ്റും സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു വാതിൽ കാണാനിടയായി. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ആ വാതിൽ അങ്ങ് തുറന്നു. അത്ഭുതപ്പെട്ടു പോയി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. ആ കുപ്പയുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ സുജൂദ് ചെയ്ത് കിടക്കുന്നതായി സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കണ്ടു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, ഓ മനുഷ്യ, നിങ്ങൾ മനുഷ്യനാണോ അതോ മലക്കാണോ അതോ ജിന്നാണോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു മനുഷ്യനാണ്. പിന്നെ എങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിപ്പെട്ടു? നിങ്ങൾക്ക് എങ്ങനെ ഭക്ഷണം ലഭിക്കുന്നു? നിങ്ങൾക്ക് എങ്ങനെ വെള്ളം ലഭിക്കുന്നു? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് 100 ചോദ്യങ്ങൾ വരികയാണ്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഇവിടെ എത്താൻ ഒരു കാരണമുണ്ട്. ആ കാരണം എന്നല്ലേ, എനിക്കൊരു വയസ്സായ ഉമ്മ ഉണ്ടായിരുന്നു. ഞാൻ ഉമ്മയെ സംരക്ഷിച്ച് നടക്കുകയായിരുന്നു. ഉമ്മക്ക് വുളു ചെയ്യാൻ വെള്ളം കൊണ്ടു കൊടുക്കും, നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കും, ഉമ്മയെ കുളിപ്പിക്കും. എങ്ങോട്ടെങ്കിലും യാത്ര പോകണമെന്നുണ്ടെങ്കിൽ തോളിലേരി ഞാൻ കൊണ്ടുപോകും. ആ സമയങ്ങളിലൊക്കെ എന്റെ ഉമ്മ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുവേ, എന്റെ പൊന്നുപോലും ഭൂമിയിലും ആകാശമല്ലാതെ മറ്റൊരു ഇടത്ത് വെച്ച് സ്വർഗത്തിന് അനുഭൂതികൾ നൽകണമെന്ന് ഇപ്പോഴും ദുആക്കുന്നത് ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ എന്റെ ഉമ്മ മരണപ്പെട്ടു. ഞാൻ ഉമ്മയുടെ മയ്യത്ത് മറവ് ചെയ്ത് ആ സങ്കടത്തോട് കൂടി കടലിലെ തീർത്തു നടക്കുകയായിരുന്നു. ഇപ്പോൾ ഞാനൊരു കുപ്പ കണ്ട് അതിനുള്ളിൽ വാതിലൊന്ന് തുറന്ന് ഇതിനുള്ളിൽ കയറിയപ്പോൾ പെട്ടെന്ന് ആ വാതിലങ്ങ് അടഞ്ഞു. പിന്നെ എനിക്കൊന്നും അറിയില്ല എത്ര വർഷമായി ഇതിൻ്റെ ഉള്ളിൽ കഴിയുന്നു എന്ന്. അപ്പോൾ സുലൈമാൻ നബി അലൈഹി ചോദിച്ചു, നിനക്ക് എങ്ങനെ ഭക്ഷണം വെള്ളം ലഭിക്കുന്നു? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതൊക്കെ എനിക്ക് അല്ലാഹു കൊണ്ടു തരുന്നുണ്ട്. എനിക്ക് വിശക്കുമ്പോൾ സ്വർഗത്തിലെ പഴങ്ങളും എനിക്ക് ദാഹിക്കുമ്പോൾ ഇതിനുള്ളിലൂടെ തന്നെ ഒരു അരുവിയിലൂടെ വെള്ളം ഒഴുകും. ഞാൻ അതിൽ നിന്ന് വെള്ളം കുടിക്കും. നിനക്ക് രാത്രി പകൽ മനസ്സിലാകുന്നു എന്ന് സുലൈമാൻ നബി അലൈഹി ചോദിച്ചു. അപ്പോൾ ആ മനുഷ്യൻ പറയും, രാത്രിയാകുമ്പോൾ ഇതിനുള്ളിലേക്ക് ഇരുട്ട് വരും, അപ്പോൾ എനിക്ക് മനസ്സിലാകും രാത്രിയാണെന്ന്. പകലാകുമ്പോൾ ഇതിനുള്ളിലേക്ക് വെളിച്ചം വരും, അപ്പോൾ എനിക്ക് മനസ്സിലാകും പകല്. എന്റെ ഉമ്മയുടെ ദുആ കാരണമാണ് എനിക്ക് ലഭിച്ചത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു ഉമ്മയുടെ ദുആ അല്ലാഹു എത്രമാത്രം സ്വീകരിക്കുന്നു, അതുപോലെ തന്നെയാണ് ഉപ്പയുടെ ദുആവും. അവർ നമുക്ക് അനുകൂലമായി ദുആ ചെയ്താൽ അതും സാധിക്കും, അവർ നമുക്ക് പ്രതികൂലമായി ദുആ ചെയ്താൽ അതും സാധിക്കും. ഇപ്പോൾ ഓരോരുത്തരും മരിച്ച് പള്ളിക്കാട്ടിലായിരിക്കും. നമ്മളാണെങ്കിലോ അവരുടെ സമ്പത്ത് കൊണ്ടാണ് ജീവിക്കുന്നത്. എന്റെ രക്ഷിതാക്കളോട് എനിക്കൊന്ന് ഉണർത്താനുള്ളത്, നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മക്കൾ കൈ പിടിച്ച് അങ്ങോട്ട് പോകണം പള്ളിക്കാട്ടിലേക്ക്. എന്നിട്ട് അവിടെ നിന്ന് ദുആ ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഓരോരുത്തരും മരിച്ച് പള്ളിക്കാട്ടിൽ കിടക്കുമ്പോൾ അവരും ഒന്ന് ദുആ ചെയ്യുകയുള്ളൂ. ഉമ്മയുടെ പൊരുത്തം സമ്പാദിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.